അബാക്കസ് കുട്ടികൾ പഠിക്കുന്നത് വഴി അവർക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന ഒരു സ്കിൽ ഡെവലപ്മെൻറ്റാണ് ഈ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അവരുടെ സ്പീഡ് കൂടും, അവരുടെ ആക്യുറസി കൂടും, തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അബാക്കസ് പഠിക്കുന്ന വഴിയുണ്ട്. ഇത് ഞാൻ കണ്ടക്ട് ചെയ്യുന്ന 8:30 ഒരു സെഷനാണ്. അപ്പോൾ നമ്മൾ ഡെയിലി കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതിൽ ഞാൻ കുട്ടികളിൽ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന വഴി അവർക്ക് നമ്മൾക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യം കൂടി നമുക്ക് പറ്റും. അപ്പോൾ ഇതിൽ പല കുട്ടികളെയും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരുടെയൊക്കെ അവരുടെ ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, മണിക്കൂട്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പല കുട്ടികളും എക്സാം കഴിഞ്ഞതിന് ശേഷം വെറുതെ നോക്കിയിരിക്കുക. ആ സമയമൊന്നും നിങ്ങൾ നോക്കി നോക്കണം, നമ്മളെ കൊണ്ട് സാധിക്കില്ല. അത്രയും പ്രാക്ടീസാണ് കുട്ടികൾക്ക്. ഓക്കെ, അതായത് അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് അല്ലേ? അബാക്കസിൽ ഏകദേശം 100ഓളം വരുന്ന ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ടൈം കൊണ്ട് അവർ ക്രാക്ക് ചെയ്തിരിക്കുന്നത്. 100ഓളം വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 1 ഡിജിറ്റിൻ്റെയും 2 ഡിജിറ്റിൻ്റെയും ഒക്കെ അഡീഷനും സബ്ട്രാക്ഷനും കൂടെ മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരിക്കുക. അങ്ങനത്തെ 100 ക്വസ്റ്റ്യൻ, അതും ഒരു ക്വസ്റ്റ്യനിലെന്ന് പറയുമ്പോൾ 5 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ആഡ് 5, ആഡ് 2, ലെസ് 3, ആഡ് 2, ആഡ് 1, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സിൻ്റെ സെഷൻസാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് കുട്ടികളിൽ എങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ടൈമുണ്ട്. അവർക്ക് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ അവരതിന് വേണ്ടി പഠിച്ച് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർ പഠിക്കുന്നത്. കൃത്യമായ പഠനരീതി, വളരെ കൃത്യമായ പഠനരീതി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എത്തിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഞാൻ അബാക്കസ് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കിങ്ങനെ എത്തിയില്ല, അതിലല്ല. വളരെ ചിട്ടയായി ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും.